അവനോളം നല്ലൊരു ആൺകുട്ടി ഈ ലോകത്ത് വേറെ ഇല്ലെന്നാ മമ്മിയുടെ വിചാരം. അങ്ങനെ വിശ്വസിപ്പിച്ചിരിക്കുക അവൻ. നീ ഒരിക്കലും അരവിന്ദിനെ കല്യാണം കഴിക്കില്ലെന്ന് നിന്റെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് നീ ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അരവിന്ദിനോട് നീ ഇത് തുറന്ന് പറയല്ലേ വേണ്ടത്, അല്ലെങ്കിൽ നിന്റെ മമ്മിയോട് തുറന്ന് പറയണം. ഇതിപ്പോ മമ്മി പറയുന്നതെല്ലാം മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും നീ അനുസരിക്കുകയല്ലേ ചെയ്യുന്നത്. അരവിന്ദിനെ നിനക്ക് ഇഷ്ടമാണെന്നല്ലേ അവര് കരുതുക. ഋതിക പറഞ്ഞത് ശരിയാ മുക്ത. അരവിന്ദിനെ ഇഷ്ടമല്ലെന്ന് നീ നിന്റെ മമ്മിയോട് തുറന്നു പറയേ. അരവിന്ദിനെ ഇഷ്ടമല്ലെങ്കിലും കെട്ടിക്കൊള്ളണമെന്ന് പറഞ്ഞ് നിന്റെ മമ്മി വാശി പിടിക്കൂ. അത് മമ്മിക്ക് വിഷമാവും. എന്റെ മമ്മിയെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ലടി. മമ്മിയോട് എതിർത്ത് സംസാരിക്കാനും എനിക്ക് പറ്റില്ല. അപ്പോ പിന്നെ അരവിന്ദ് വിളിക്കുന്നിടത്തെല്ലാം നീ കൂടെ പോകണം, വേറെ വഴിയില്ല. അരവിന്ദ് മാത്രമല്ല എന്റെ പ്രശ്നം. ഞാനൊന്ന് ഇളിച്ചു കാണിച്ചിട്ട് എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞാ അവനും മമ്മിയും കൺവിൻസ്ഡ് ആയിക്കോളും. പിന്നെ എന്താ നിന്റെ പ്രശ്നം? ഡാഡിയുടെ ലോക്കറ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? മമ്മി അത് വളരെ പ്രഷ്യസ് ആയി കൊണ്ട് നടന്നിരുന്നതാ. അതെന്റെ കയ്യിൽ നിന്ന് മിസ്സായി. മമ്മി എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതേ എന്റെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി മാത്രമൊന്നും അല്ല. ആ ലോക്കറ്റ് തിരിച്ചു കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയാ. അത് കിട്ടിയെന്ന് കള്ളം പറഞ്ഞ പോരെ? കള്ളം പറയാനോ? ഇവളുടെ മമ്മിയോട് കള്ളം പറയാനോ? ദൈവങ്ങളോട് വേണമെങ്കിലും കള്ളം പറയും, പക്ഷെ ഇവളുടെ മമ്മിയോട് ഒരിക്കലും കള്ളം പറയില്ല. നിനക്കറിയില്ലേ? ഞാൻ കള്ളം പറഞ്ഞു. മമ്മിക്ക് സമാധാനമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ ആദ്യമായിട്ട് മമ്മിയോട് കള്ളം പറഞ്ഞു. നീ എന്ത് മണ്ടത്തരമായി കാണിച്ചത്? നിന്റെ മമ്മി എപ്പോഴാ വരിക പോവാന്നൊന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് കേറി വന്ന് ലോക്കറ്റ് എവിടെയെന്ന് ചോദിച്ചാ നീ എന്തെടുത്ത് കൊടുക്കും? മമ്മിക്ക് മനസ്സിലാവാത്ത രീതിയില് ആ ലോക്കറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണം. അല്ലാതെ എന്ത് ചെയ്യാനാ? എന്നുവെച്ചാ വേണ്ടി വന്നാ നീ നിന്റെ മമ്മിയും പറ്റിക്കുന്നു അല്ലേ? മനസ്സുണ്ടായിട്ടല്ല, വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. സിൽവർ ജൂബിലി ഫംഗ്ഷന്റെ അന്ന് ഞാൻ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്നിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യം വരില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് മരിക്കേണ്ടി വരില്ലായിരുന്നു. അന്ന് നീ എന്താ പ്ലാൻ ചെയ്തത്? ഏയ് നത്തിങ്. അത് ചോദിക്കുമ്പോ മാത്രം നിനക്ക് എപ്പോഴും ഒരു ഉരുണ്ട് കളിയാ. നിങ്ങളെങ്കിലും എനിക്ക് കുറച്ച് സ്വൈര്യം താ പ്ലീസ്. മോനെ പ്രിയൻകുട്ട, പാറുവിനെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴും ഗന്ധർവന്റെ കള്ളപ്പേരിൽ അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുമ്പോഴും നീ കൊടുക്കുന്ന സ്നേഹം അവൾ നിനക്ക് തിരിച്ചു തരുമെന്നുള്ള പ്രതീക്ഷ നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ലല്ലോ? ഉണ്ടായിരുന്നോ? പറ. ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. എന്നിട്ടും എന്റെ പാറു, എന്റെ ചട്ടമ്പി പാറു എന്നും പറഞ്ഞ് നീ അവളെ സ്നേഹിച്ചു. കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും സ്നേഹിക്കുന്നത് തെറ്റൊന്നുമല്ലല്ലോ. അപ്പോഴും നിന്റെ മനസ്സിന്റെ ഏതോ ഒരു കോണിൽ നേരിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ? എന്നെങ്കിലും നിന്റെ മനസ്സ് അവളെ തിരിച്ചറിയുമെന്ന്, നിന്നെ വെറുപ്പോടെ നോക്കുന്ന അതേ കണ്ണുകൊണ്ട് നിന്നെ സ്നേഹത്തോടെ നോക്കുമെന്ന്. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. ഇപ്പൊ നീ അവക്ക് തെമ്മാടിയല്ല, വഷളനുമല്ല. നല്ല അന്തസ്സുള്ളൊരു ആൺകുട്ടിയാ. നീ ജയിച്ചടാ പ്രിയ, നീ ജയിച്ചു. എനിക്ക് തുള്ളിച്ചാടാൻ തോന്നുക. ആരാ ഈ സമയത്ത്? അയാൾ ഇയാളെന്നൊക്കെ വിളിച്ചിരുന്ന പാറു എന്നെ പ്രിയൻ ചേട്ടാന്ന് വിളിക്കുന്നത് ഞാൻ സങ്കല്പിക്കായിരുന്നു. അതിന്റെ രസം കളയാനായിട്ട്. നീ ഇനി തനിച്ചല്ല കേട്ടോ, അവൾ നിന്റെ കൂടെ ചേരും, ഈ ലോക്കറ്റിന്റെ മറുപാതിയായിട്ട്. ഓ ദാ വരുന്നു. പ്രിയ, നീ എന്തെങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? വീട്ടിലൊരാള് വന്ന ഇങ്ങനെയാണോ പെരുമാറ? ഞങ്ങളെ അകത്തേക്ക് വിളിക്കുന്നില്ലേ? അയ്യോ, ഞാൻ പെട്ടെന്ന് സോറി. കേറി വാ പാറു, കേറി വാ. പാറു മാത്രം വന്ന മതിയോ? കൂടെ ഞാനും ഉണ്ട്. കാണുന്നില്ലേ? ഞാൻ കേറണ്ടേ? ഞാൻ രണ്ടാളോടും കൂടിയാ പറഞ്ഞത്. വാ വാ. ഇരിക്കു പാറു. പാറു മാത്രം ഇരുന്നാ മതിയോ?
ഞാൻ ഇരിക്കണ്ടേ? നീ എന്തിനാ ജയന്തി ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ ഇരിക്ക്. ഇരിക്കു പാറു. ഇതെന്റെ അച്ഛനാ. ഇതെന്താ പെട്ടെന്നൊന്ന് വിളിച്ചു പറയുക പോലും ചെയ്യാതെ? മുൻകൂട്ടി വിളിച്ചു പറഞ്ഞ ടോക്കണൊക്കെ എടുത്തു വരാൻ നീ ആരാ? ഡോക്ടറോ? എന്ത് ചോദിച്ചാലും തറുതലയാണല്ലോ. നിനക്ക് എന്ത് പറ്റി? ഒരു രസം. നിന്റെ വീടൊക്കെ കാണണമെന്ന് പാറു ഒരു ആഗ്രഹം പറഞ്ഞു. ഒറ്റയ്ക്ക് വരാൻ ഇവൾക്കൊരു മടി. ഇവള് നിർബന്ധിച്ചപ്പോ ഞാനും കൂടെ പോന്നു. വീട്ടില് ഗസ്റ്റ് വന്ന കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? അമ്മയും അനിയത്തിയും പുറത്തു വരിക. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനൊരു കോഫി ഇട്ട് തന്നാ നിങ്ങൾ കുടിക്കോ? അതെന്താ പ്രിയ അങ്ങനെ ചോദിച്ചേ? ഞാൻ ഇടുന്ന കോഫിക്ക് ഞാൻ ഗ്യാരണ്ടി പറയില്ല. ഒത്താലൊത്തു. എന്നാ വേണ്ട. പിന്നെ ഞാൻ പ്രിയനോട് ചെറിയൊരു കള്ളം പറഞ്ഞിട്ടുണ്ട്. എന്നോട് കള്ളം പറഞ്ഞെന്നോ? എന്ത്? പാറു വന്നത് നിന്റെ വീട് കാണാനൊന്നുമല്ല, ഇവക്ക് നിന്റെ അമ്മയോട് മാപ്പ് പറയണോത്രേ. ഈശ്വര, കുഴപ്പമായോ? ഇവളെന്തെങ്കിലും കൺമുന്നിൽ വന്ന് ചാടിയ കണക്ക് തീർക്കുമെന്ന് പറഞ്ഞ് നടക്ക അമ്മ. മാപ്പ് ചോദിക്കാൻ ഇവള് കൺമുന്നിൽ ചെന്ന് നിന്ന അമ്മ എന്തൊക്കെയായിരിക്കും കാണിച്ചു കൂട്ടാന്ന് പറയാൻ കഴിയില്ല. പ്രിയ, നീ എന്താ ആലോചിക്കുന്നേ? നിന്റെ വിവരക്കേടിനെ കുറിച്ച്. അല്ലാതെന്താ? എന്റെ വിവരക്കേടിനെ കുറിച്ചോ? അതിന് ഞാനെന്ത് വിവരക്കേടാ കാണിച്ചത്? അമ്മയോട് മാപ്പ് പറയണമെന്ന് ഇവള് പറഞ്ഞ ഉടനെ ഇവളെയും കൂട്ടി ഇവിടെ വന്നത് വിവരക്കേടല്ലാതെ പിന്നെ എന്താ? എന്നോട് ഇവള് ക്ഷമ ചോദിക്കാൻ വന്നപ്പോ ഞാൻ എന്താ പറഞ്ഞത്? അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് അല്ലേ? മാപ്പ് പറയാതെ തന്നെ ഞാൻ ഇവളോട് ക്ഷമിച്ചെങ്കിൽ അതുപോലെ തന്നെ ഇവള് മാപ്പ് പറയാതെ അമ്മയോട് ക്ഷമിക്കില്ലേ? എന്റെ അമ്മയല്ലേ? നിങ്ങൾക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞതുപോലെ നിങ്ങളുടെ അമ്മയ്ക്ക് എന്നോട് അത്ര എളുപ്പത്തിൽ ക്ഷമിക്കാൻ കഴിയില്ല. മക്കളെ ജയിലിൽ കയറ്റിയ ആളോട് ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് ക്ഷമിക്കാൻ കഴിയോ? അമ്മയ്ക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമായിരിക്കും. ഞാൻ മാപ്പ് പറഞ്ഞാലേ അമ്മയുടെ ദേഷ്യം മാറുള്ളൂ. അപ്പോഴേ എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടും. അതിന്റെ ഒന്നും ആവശ്യമില്ല പാറു.